അപ്പൊ ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, ദ ടേബിൾ പ്രസൻസ് ദ അതോറിറ്റീസ് ഇൻ ദ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് ആൻഡ് ഹൈറാർക്കി ഓഫ് പവേഴ്സ് ഇൻ ദ ഓഫീസ് ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് വിംഗ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കോർപ്പറേഷൻ. അറേഞ്ച് ദ പോസ്റ്റ് ഓഫ് അതോറിറ്റീസ് ഇൻ ദ ഓർഡർ. അതായത് കോപ്പറേറ്റീവ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് ഘടന ആ ഓർഡർ അനുസരിച്ച് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിന്റെ ഹൈറാർക്കി അനുസരിച്ച് അറേഞ്ച് ചെയ്യുക. ഓപ്ഷൻ എ നോക്കിയേ, അഡീഷണൽ ഡയറക്ടർ, ഡെപ്യൂട്ടി ഡയറക്ടർ, ജോയിന്റ് ഡയറക്ടർ, അസിസ്റ്റന്റ് ഡയറക്ടർ. ശരിയാണോ? അല്ല. കാര്യം അഡീഷണൽ ഡയറക്ടർ ആണ് ആദ്യം വരുന്നത്, പക്ഷെ രണ്ടാമത് ഡെപ്യൂട്ടി ഡയറക്ടർ ആണ് വരുന്നത്. അല്ല, ഇത് തെറ്റാണ്. 2 ജോയിന്റ് ഡയറക്ടർ ആദ്യം വന്നു, അപ്പോഴേ വെട്ടിക്കോണം, അത് തെറ്റാണ്. 3 അഡീഷണൽ ഡയറക്ടർ, ജോയിന്റ് ഡയറക്ടർ, ഡെപ്യൂട്ടി ഡയറക്ടർ, അസിസ്റ്റന്റ് ഡയറക്ടർ. ഈ ഓപ്ഷൻ ശരിയാണ്. ആദ്യം ആരാ വരുന്നത്? അഡീഷണൽ ഡയറക്ടർ ആണ്, അതിന് തൊട്ട് താഴെ ജോയിന്റ് ഡയറക്ടർ, അതിന് തൊട്ട് താഴെ ഡെപ്യൂട്ടി ഡയറക്ടർ, അതിന് തൊട്ട് താഴെ അസിസ്റ്റന്റ് ഡയറക്ടർ. ആ ഒരു ഹൈറാർക്കി കറക്റ്റ് ആണ്. 4ാമത്തെ നോക്കിയേ, ഡെപ്യൂട്ടി ഡയറക്ടർ ആണ് ആദ്യം വരുന്നത്, അപ്പൊ തന്നെ അത് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഹൈറാർക്കി എങ്ങനെയാണ്? അഡീഷണൽ ഡയറക്ടർ, ജോയിന്റ് ഡയറക്ടർ, ഡെപ്യൂട്ടി ഡയറക്ടർ, അസിസ്റ്റന്റ് ഡയറക്ടർ. ആ ഒരു ഹൈറാർക്കിയാണ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിലെ ഓഡിറ്റ് വിങ്ങിനുള്ളത്. അപ്പൊ അത് മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The need of education of members in a cooperative society has been highlighted in which of the following stages of cooperative principle? അതായത് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷന്റെ പ്രാധാന്യം താഴെ തന്നിരിക്കുന്ന കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളിന്റെ സ്റ്റേജസിൽ ഏത് സ്റ്റേജിലാണ് പറഞ്ഞിട്ടുള്ളത്? ഓപ്ഷൻ 1 റോസ്ഡെയിൽ പ്രിൻസിപ്പിള്, ഓപ്ഷൻ ബി കാർവേ പ്രിൻസിപ്പിള്, ഓപ്ഷൻ സി ICA റീഡിഫൈൻഡ് പ്രിൻസിപ്പിള്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോവ്. നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ, കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും എല്ലാ സ്റ്റേജിലും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരു പ്രിൻസിപ്പിൾ ആണ് ഏത്? കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ. അതുകൊണ്ട് തന്നെ എല്ലാ സ്റ്റേജിലും ഉണ്ട്, ഓൾ ഓഫ് ദി എബോവ്. എല്ലാ സ്റ്റേജിലും ഇതിന് പ്രാധാന്യം കൊടുത്തതാണ്, എല്ലാ സ്റ്റേജിലും ഉണ്ട്. ഫസ്റ്റ് സ്റ്റേജ് ആയിക്കോട്ടെ, സെക്കൻഡ് സ്റ്റേജ് ആയിക്കോട്ടെ, തേർഡ് സ്റ്റേജ് ആയിക്കോട്ടെ, ഫോർത്ത് സ്റ്റേജ് ആയിക്കോട്ടെ, ഈ 4 സ്റ്റേജിലും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരു പ്രിൻസിപ്പിൾ ആണ് ഏത്? കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ. അപ്പൊ എവിടെയും അത് എന്ത് ചെയ്യപ്പെട്ടിട്ടില്ല, സ്കിപ്പ് ചെയ്യപ്പെട്ടിട്ടില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് ദ ബിഗ്ഗസ്റ്റ് കോപ്പറേറ്റീവ് ഇൻ ദ വേൾഡ് ബൈ ടേൺ ഓവർ ഓൺ GDP പെർ ക്യാപിറ്റ. അതായത് വിറ്റുവരവിന്റെ അടിസ്ഥാനത്തിലോ GDP പെർ ക്യാപിറ്റ ഇൻകത്തിന്റെ അടിസ്ഥാനത്തിലോ ദ ബിഗ്ഗസ്റ്റ് കോപ്പറേറ്റീവ് ഇൻ ദ വേൾഡ്, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കോപ്പറേറ്റീവ് സ്ഥാപനം ഏതാണ്? നമുക്കറിയാവുന്ന കാര്യമാണ്. ഏതാണ്? ഇഫ്കോയാണ് ഏറ്റവും വലിയ, the biggest cooperative in the world in terms of turnover, GDP per capita. ഏതാണ്? ഇഫ്കോ, ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസർ കോപ്പറേറ്റീവ്സ് ലിമിറ്റഡ്. നവംബർ 3, 1967, ഹെഡ് ക്വാർട്ടർ ന്യൂഡൽഹി. ഓർത്തു വെച്ചേക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Which of the following is the duty of auditor on administrative aspects to examine overall functional aspects of institution to get verified? അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് നടത്തുമ്പോൾ താഴെ തന്നിരിക്കുന്ന ഏതൊക്കെയാണ് പരിശോധിക്കേണ്ടത്? മിനിറ്റ്സ് ബുക്ക് പറയുന്നുണ്ട്, പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്, സബ്സിഡിയറി റൂൾസ് പറയുന്നുണ്ട്, ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് പറയുന്നുണ്ട്. എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന ഓഡിറ്റ് ഡ്യൂട്ടിയാണ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ ഈ പറഞ്ഞത് എല്ലാം പരിശോധിക്കണം. ഏതൊക്കെ പരിശോധിക്കണം? മിനിറ്റ്സ് ബുക്ക് പരിശോധിക്കണം, പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റ് പരിശോധിക്കണം, സബ്സിഡിയറി റൂൾസ്. സബ്സിഡിയറി റൂൾ എന്ന് പറയുന്നത് അവരുടെ ഫംഗ്ഷനിങ്ങിന് വേണ്ടിയിട്ട്, അവരുടെ പ്രോപ്പർ ഫംഗ്ഷനിങ്ങിന് വേണ്ടിയിട്ട് അവർ തന്നെ തയ്യാറാക്കുന്ന റൂളാണ് ഏത്? സബ്സിഡിയറി റൂൾസ്. ഓക്കെ, അത് പരിശോധിക്കണം. ഇൻസ്പെക്ഷൻ റിപ്പോർട്ടും പരിശോധിക്കണം. ആര്? ഓഡിറ്റർ. ഏത് ഓഡിറ്റ് ആണ് നടത്തുന്നതെങ്കിൽ? അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് ആണെങ്കിൽ. അപ്പൊ എന്താ പറഞ്ഞത്? 1, 2, 3 and 4 ഇത് 4ഉം പരിശോധിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Match the different types of societies and basis of calculation of audit fee are tabled below in part A and part B. അതായത് പാർട്ട് എയില് ക്രെഡിറ്റ് സൊസൈറ്റി അതിന്റെ ക്ലാസ് വന്നിരിക്കുന്നു. പാർട്ട് ബിയിലെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓഡിറ്റ് ഫീ ഈടാക്കുന്നത്? ഓക്കെ, ഇപ്പൊ നമ്മൾ ഓപ്ഷൻ ഒന്നും നമ്മൾ ചെക്ക് ചെയ്യുന്നില്ല, നമ്മൾ ഇവിടെ ഒന്ന് പഠിച്ചു പോകണം. ഏതാണ്? ഒന്നാമത്തത് ക്രെഡിറ്റ് സൊസൈറ്റി.
ഇപ്പൊ തന്നെ മനസ്സിലാക്കി വെച്ചേക്കണം, ഒരു ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ഓഡിറ്റ് ഫീ ഈടാക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാ? വർക്കിംഗ് ക്യാപിറ്റൽ, പ്രവർത്തന മൂലധനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഓപ്ഷൻ ബി, സൊസൈറ്റീസ് ഹാവിംഗ് ക്രെഡിറ്റ് ആൻഡ് നോൺ ക്രെഡിറ്റ് ആക്ടിവിറ്റി. ക്രെഡിറ്റ് വന്നപ്പോ എന്താണ്? വർക്കിംഗ് ക്യാപിറ്റൽ. നോൺ ക്രെഡിറ്റ് വരുമ്പോ എന്താണ്? സെയിൽ പ്രൊസീഡ്സ് ഓഫ് ഗുഡ്സ് വിച്ച് എവർ ഈസ് ഹയർ. എന്താണ്? വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ സെയിൽ പ്രൊസീഡ്സ്. ഇത് രണ്ടും കൂടെ നോക്കിയിട്ട് വിച്ച് എവർ ഈസ് ഹയർ, ഏതാണോ കൂടുതൽ അതിന്റെ അടിസ്ഥാനത്തിൽ. ഏതിന്റെയാ? സൊസൈറ്റീസ് ഹാവിംഗ് ക്രെഡിറ്റ് ആൻഡ് നോൺ ക്രെഡിറ്റ് ആക്ടിവിറ്റി, കോമ്പോസിറ്റ് സൊസൈറ്റിയുടെ ഓഡിറ്റ് ഫീ ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ. ക്രെഡിറ്റ് നമുക്കറിയാം വർക്കിംഗ് ക്യാപിറ്റൽ ആണ്, നോൺ ക്രെഡിറ്റ് ആയപ്പോഴത്തേക്ക് എന്തായും? സെയിൽ പ്രൊസീഡ്സ് ആയി. രണ്ടും കൂടെ കമ്പയർ ചെയ്യുന്നു, വിച്ച് എവർ ഈസ് ഹയർ, ഏതാണോ കൂടുതൽ. മൂന്നാമത്തത്, സൊസൈറ്റീസ് ഡീലിംഗ് ഇൻ ഗുഡ്സ് എക്സെപ്റ്റ് കയർ ആൻഡ് കൺസ്യൂമർ സൊസൈറ്റി. ഗുഡ്സിന്റെ വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റി, അതിനകത്ത് ഏത് വരുന്നില്ല? കയറും കൺസ്യൂമർ സൊസൈറ്റിയും വരുന്നില്ല. ഇതിന്റെ അടിസ്ഥാനത്തിലാ? ഓൺ സെയിൽ പ്രൊസീഡ്സ്, വിൽപ്പനയുടെ അടിസ്ഥാനത്തിൽ. നാലാമത്തത്, PCRDB ഹൗസ് മോർഗേജ് ബാങ്ക്സ് ഹൗസിംഗ് സൊസൈറ്റി. ഏതാണ് PCRDB? അഗ്രിഗേറ്റ് ഓഫ് ലോൺസ് ഇഷ്യൂഡ് ആൻഡ് റിക്കവേർഡ് ഡ്യൂറിംഗ് ദ ഇയർ അണ്ടർ ഓഡിറ്റ്. അഗ്രിഗേറ്റ് ഓഫ് ലോൺസ് ഇഷ്യൂഡ് ആൻഡ് റിക്കവേർഡ് ഡ്യൂറിംഗ് ദ ഇയർ അണ്ടർ ഓഡിറ്റ്. ഇതിൽ PCRDB ഒക്കെ ഇൻഡിവിജ്വൽ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, ക്രെഡിറ്റ് സൊസൈറ്റി ഇൻഡിവിജ്വൽ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇൻഡിവിജ്വൽ ആയിട്ടും പഠിക്കുക, അറ്റ് ദ സെയിം ടൈം ഇതേപോലെ ഓരോ ടൈപ്പ് സൊസൈറ്റിയും അതിന്റെ ഓഡിറ്റ് ഫീ ഈടാക്കുന്ന ക്രൈറ്റീരിയ, മാനദണ്ഡം കൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കണം. ഇതേപോലെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വന്നാൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കണം? ആൻസർ ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ക്രെഡിറ്റ് സൊസൈറ്റി വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. സൊസൈറ്റി ഹാവിംഗ് ക്രെഡിറ്റ് ആൻഡ് നോൺ ക്രെഡിറ്റ് സൊസൈറ്റി ആണ്, നോൺ ക്രെഡിറ്റ് ആക്ടിവിറ്റീസ് ആണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഓർ സെയിൽ പ്രൊസീഡ്സ് ഓഫ് ഗുഡ്സ് വിച്ച് എവർ ഈസ് ഹയർ. സൊസൈറ്റീസ് ഡീലിംഗ് ഇൻ ഗുഡ്സ് എക്സെപ്റ്റ് കയർ ആൻഡ് കൺസ്യൂമർ സൊസൈറ്റി ഏതാണ്? സെയിൽ പ്രൊസീഡ്സ് ആണ്. PCRDB ഹൗസിംഗ് സൊസൈറ്റീസ് ആൻഡ് ഹൗസ് മോർഗേജ് ബാങ്ക്സ് ആണെങ്കിൽ അഗ്രിഗേറ്റ് ഓഫ് ലോൺസ് ഇഷ്യൂഡ് ആൻഡ് റിക്കവേർഡ് ഡ്യൂറിംഗ് ദ ഇയർ അണ്ടർ ഓഡിറ്റ്. അതാണ് ഇതിന്റെ ക്രൈറ്റീരിയ. അപ്പൊ അതിന്റെ തിയറി വൈസ് ഞാൻ പറഞ്ഞു. ആൻസർ എങ്ങനെ വരുന്നത്? ആൻസർ പറയുന്നത് A 2 ആണ്, വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. B 1 ആണ്, C 4 ആണ്, D 3 ആണ്. അപ്പൊ എന്താണ്? ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി. ക്രെഡിറ്റ് സൊസൈറ്റി വർക്കിംഗ് ക്യാപിറ്റൽ, സൊസൈറ്റീസ് ഹാവിംഗ് ക്രെഡിറ്റ് ആൻഡ് നോൺ ക്രെഡിറ്റ് ആക്ടിവിറ്റി ആണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഓഫ് സെയിൽ പ്രൊസീഡ്സ് ഓഫ് ഗുഡ്സ് വിച്ച് എവർ ഈസ് ഹയർ. സൊസൈറ്റീസ് ഡീലിംഗ് ഇൻ ഗുഡ്സ് എക്സെപ്റ്റ് കയർ ആൻഡ് കൺസ്യൂമർ ആണെങ്കിൽ സെയിൽ പ്രൊസീഡ്സ് ആണ്. നാലാമത്തെ ഓപ്ഷൻ സെയിൽ പ്രൊസീഡ്സ് ആണ്. ദെൻ മൂന്നാമത്തെ ഓപ്ഷൻ ഹൗസിംഗ് സൊസൈറ്റിയും PCRDBയും ഹൗസ് മോർഗേജ് ബാങ്ക്സ് മൂന്നാമത്തെ ഓപ്ഷൻ ആണ്. അതായത് അഗ്രിഗേറ്റ് ഓഫ് ലോൺസ് ഇഷ്യൂഡ് ആൻഡ് റിക്കവേർഡ് ഡ്യൂറിംഗ് ദ ഇയർ അണ്ടർ ഓഡിറ്റ്. അപ്പൊ ഈ രീതിയിൽ വേണം ഇത് പ്രിപ്പയർ ചെയ്യാൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സെക്ഷൻ 69 ഓഫ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഈസ് റിലേറ്റഡ് ടു ഡിസ്പ്യൂട്ട് and its settlement in cooperative societies. In which of the following circumstances section 69 does not apply with respect to dispute? അതായത് നമുക്കറിയാം സെക്ഷൻ 69 പറയുന്നത് എന്തിനെ കുറിച്ചാണ്? എന്താണ്? ഡിസ്പ്യൂട്ടിനെ കുറിച്ചാണ്, തർക്കത്തിനെ കുറിച്ചാണ്. അപ്പൊ താഴെ തന്നിരിക്കുന്നതിലെ ഏതൊക്കെ സാഹചര്യങ്ങളാണ് സെക്ഷൻ 69 ബാധകമല്ലാത്തത്? കേട്ടോ, ബാധകമായതല്ല, ബാധകമല്ലാത്തത്. ഓക്കെ, അപ്പൊ നോക്കിയേ. ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ദ കോഷുവട്ടി അഗെയിൻസ്റ്റ് അനദർ കോഷുവട്ടി. സഹജാമ്യക്കാരനും മറ്റൊരു സഹജാമ്യക്കാരനും തമ്മിൽ ഡിസ്പ്യൂട്ട്. ഇത് നമ്മുടെ ഡിസ്പ്യൂട്ടിന്റെ ഭാഗമാണോ? അല്ല. ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ദ സൊസൈറ്റി ആൻഡ് കോഷുവട്ടി എന്നാണെങ്കിൽ ശരിയായിരുന്നു. സംഘവും കോഷുവട്ടിയും തമ്മിലുള്ള തർക്കം ഡിസ്പ്യൂട്ടാണ്. പക്ഷേ ഒരു കോഷുവട്ടിയും മറ്റൊരു കോഷുവട്ടിയും തമ്മിലുള്ള തർക്കം എന്തിന്റെ കാറ്റഗറിയിൽ വരുന്നില്ല? സെക്ഷൻ 69 വരുന്നില്ല. അത് ഡിസ്പ്യൂട്ടിന്റെ ഭാഗമല്ല. രണ്ടാമത്തത്, ഡെത്ത് കോസ്ഡ് ഡ്യൂ ടു ഫോൾ ഓഫ് കോമ്പൗണ്ട് വാൾ ഓഫ് സൊസൈറ്റി. സൊസൈറ്റിയുടെ മതിൽ ഇടിഞ്ഞു വീണ് മരിച്ചു ഒരാൾ. ഓക്കെ, അതിന്റെ പെറ്റീഷനും കോമ്പൻസേഷനും സംബന്ധിക്കുന്ന ഡിസ്പ്യൂട്ട് 69 വരുന്നുണ്ടോ? 69 വരുന്നുണ്ടോ? ഇല്ല, ഇതും വരുന്നില്ല. 3, ഡിസ്പ്യൂട്ട് കണക്ടിങ് കൺസേണിങ് മിസ്അപ്രോപ്രിയേഷൻ ബൈ ആൻ എംപ്ലോയി. ഒരു എംപ്ലോയി നടത്തിയ തിരിമറി, അത് ഡിസ്പ്യൂട്ടിന്റെ ഭാഗമാണ്. എന്താണ്? സൊസൈറ്റിയും എംപ്ലോയിയുമായിട്ട് എന്ത് വരാം? ഡിസ്പ്യൂട്ട് വരാം. ഇത് ശരിയാണ്. 4,
suit for realization of money misappropriated by collection agent. കളക്ഷൻ ഏജന്റ് അപഹരിച്ച തുക എന്ത് ചെയ്യുന്നത് റിക്കവർ ചെയ്യാനുള്ള അല്ലെങ്കിൽ അത് റിയലൈസ് ചെയ്യാനുള്ള ഡിസ്പ്യൂട്ട്, അതും നമ്മുടെ ഡിസ്പ്യൂട്ട് 69 പറയുന്നില്ല. 69 പറയുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, കോപ്പറേറ്റീവ് സൊസൈറ്റിയും അതിലെ എംപ്ലോയിയും തമ്മിൽ എന്ത് വരാം, ഡിസ്പ്യൂട്ട് വരാം. കോപ്പറേറ്റീവ് സൊസൈറ്റിയും മെമ്പറുമായിട്ട് എന്ത് വരാം, ഡിസ്പ്യൂട്ട് വരാം. കോപ്പറേറ്റീവ് സൊസൈറ്റിയും മാനേജിംഗ് കമ്മിറ്റിയായിട്ട് എന്ത് വരാം, ഡിസ്പ്യൂട്ട് വരാം. പാസ്റ്റ് മെമ്പർ ആവാം, ദെൻ ഇപ്പോഴത്തെ മെമ്പർ ആവാം, മരിച്ചുപോയ അംഗത്തിന് അനന്തരാവകാശം, അവരൊക്കെ ആയിട്ട് തർക്കം വരാം. അല്ലാതെ ഇവിടെ കോഷുവട്ടിയും മറ്റൊരു കോഷുവട്ടിയും ഡിസ്പ്യൂട്ട് അല്ല, കോമ്പൗണ്ട് വാൾ ഇടിഞ്ഞു വീണു ഒരാൾ മരിച്ചു അയാളുമായിട്ടുള്ള തർക്കം ഡിസ്പ്യൂട്ട് അല്ല. സെക്ഷൻ 69 പ്രകാരം കേട്ടോ, അത് അതിനകത്ത് മെൻഷൻ ചെയ്യുന്നില്ല. മെൻഷൻ ചെയ്യുന്ന ഒരു കാര്യം ഇതിനകത്ത് ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയും അവരുടെ എംപ്ലോയിയും തമ്മിൽ ഡിസ്പ്യൂട്ട് എന്താണ്, ഡിസ്പ്യൂട്ട് ആണ്. സെക്ഷൻ 69 പ്രകാരം അതൊരു തർക്കമാണ്. കളക്ഷൻ ഏജന്റ് പണം കൊണ്ടുപോയെന്ന് കരുതി, അടിച്ചുകൊണ്ട് പോയെന്ന് കരുതി അതും തർക്കത്തിന്റെ ഭാഗമാണെന്ന് എവിടെ പറയുന്നില്ല, സെക്ഷൻ 69 പറയുന്നില്ല. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിനകത്ത് റൈറ്റ് ആൻസർ. ഏതാണ് റൈറ്റ് ആൻസർ? നമ്മൾ ഇതിനകത്ത് ബാധകമല്ലാത്തത് 1, 2, 4 ബാധകമല്ല കേട്ടോ, 1, 2, 4 ബാധകമല്ല. മൂന്നാമത്തത്, അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റി എംപ്ലോയിയുമായിട്ടുള്ള ആ ഒരു തർക്കം മാത്രമാണ് സെക്ഷൻ 69 ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ബാക്കിയുള്ള 3ഉം ആപ്ലിക്കബിൾ അല്ല. ആപ്ലിക്കബിൾ അല്ലാത്തത് എന്നുള്ളതാണ് ചോദ്യം കേട്ടോ. ആ ചോദ്യം, ആ സ്റ്റേറ്റ്മെന്റ് ഹെഡ് നോക്കിയാണ് നല്ലതുപോലെ വായിക്കണം. ഇൻകറക്റ്റ് ആണോ ചോദിച്ചിരിക്കുന്നത്, കറക്റ്റ് ആണോ ചോദിച്ചിരിക്കുന്നത്, മാച്ച് അല്ലാത്തതാണോ ചോദിച്ചിരിക്കുന്നത്, അതൊക്കെ നോക്കിയിട്ട് വേണം താഴത്തെ ആൻസർ എഴുതാൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Which of the following is or correct with respect to functioning and powers of cooperative arbitration court? Okay, cooperative arbitration courtന്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിരിക്കുന്നത്. അതില് ഏതാണ് കറക്റ്റ് നോക്കി. Arbitration court has power to order reinstatement of dismissed employees similar to that the award of the industrial tribunal or labor court. ലേബർ കോടതി പോലെയോ ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണൽ പോലെയോ ഒരു വിടപ്പെട്ട ഒരു എംപ്ലോയിയെ തിരിച്ചെടുക്കാനുള്ള ഉത്തരവ് വിഷയമുള്ള അധികാരം കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിന് ഉണ്ടോ? ഇല്ല, ആ ഒരു അധികാരം ഇല്ല. 2, the dispute in connection with the employee of officers and their promotion and seniority are to be adjudicated by cooperative arbitration court. ഓഫീസേഴ്സിന്റെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ടോ ഓഫീസേഴ്സിന്റെ സീനിയോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളൊക്കെ ആരാണ് ഹിയർ ചെയ്യുന്നത്? കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ആണ്. ഇത് ശരിയാണ്, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. മൂന്നാമത്തെ നോക്കിയേ, കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ഈസ് നോട്ട് എ ഫോറം subordinate to the registrar of cooperative society. രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിലുള്ള ഒരു ഫോറം ആണോ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട്? അല്ല. നാലാമത്തെ ഓപ്ഷൻ എന്താണ്? The cooperative arbitration court may make interlocutory order on dispute pending for award referred to it as per section 69 in the interest of justice. അവർക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റുമോ? പറ്റും. ഇന്റർലോക്യൂട്ടറി ഓർഡർ ഇഷ്യൂ ചെയ്യാം, ഇടക്കാല ഉത്തരവ് ഇഷ്യൂ ചെയ്യാം. ആർക്ക്? കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിന്. അപ്പൊ നമ്മുടെ ചോദ്യം എന്താ? ചോദ്യം എന്ന് പറയുന്നത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ്? ഓപ്ഷൻ 1 തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്, ഓപ്ഷൻ 2 ശരിയാണ്, ഓപ്ഷൻ 3 ശരിയാണ് കേട്ടോ. 3 ശരിയാണ്. ഈസ് നോട്ട് എ ഫോറം എന്നാണ്. അപ്പൊ 3 ശരിയാണ്, 4 ശരിയാണ്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഏതാണ്? ഈ പറഞ്ഞ പോലെ ഒന്നാമത്തത്, അതായത് ഒരു ലേബർ കോർട്ട് ഇഷ്യൂ ചെയ്യുന്നത് പോലുള്ള ഉത്തരവ് വിഷയമുള്ള അധികാരം കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിന് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല. ദെൻ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ഓഫീസേഴ്സിന്റെ സീനിയോറിറ്റി പ്രൊമോഷൻ പരിഗണിക്കുന്നുണ്ട്, ശരിയാണ്. കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് നോട്ട് എ ഫോറം, നോട്ട് എ ഫോറം സബോർഡിനേറ്റ്, രജിസ്ട്രാർക്ക് കീഴിലുള്ള ഒരു ഫോറം ആണോ? അല്ല, നോട്ട് എന്നാണ്. അപ്പൊ അതും ബാധകമാണ് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടുമായിട്ട് ബന്ധപ്പെട്ട്. ദെൻ ഇവരെന്ത് ചെയ്യും? ഇന്റർലോക്യൂട്ടറി ഓർഡർ, ഇടക്കാല ഉത്തരവ് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിനുണ്ട്. അപ്പം ഈ 3 സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, ഒന്നൊഴികെ. അതാണ് ഇവിടെ പറഞ്ഞത്. 3, 2, 3 and 4 only, അതാണ് കറക്റ്റ്. 3ഉം 2ഉം 3ഉം 4ഉം മാത്രമാണ് ഇവിടെ കറക്റ്റ്. ബാക്കിയുള്ള ഒന്നാമത്തെ ഓപ്ഷൻ ലേബർ കോടതിയെ പോലുള്ള അധികാരം, ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണലെ പോലുള്ള അധികാരം കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിനുണ്ട് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ.
The designer of cooperative flag Charles Gade belongs to അറിയാവുന്ന കാര്യമാണ്. ഏതാണ്? ഫ്രാൻസ് ആണ്. ചാൾസ് ഗേഡ് ഏത് രാജ്യക്കാരനാണ്? ഫ്രാൻസ്. ഫ്രാൻസ് ആണ്, ഫ്രഞ്ചുകാരനാണ് കോപ്പറേറ്റീവ് ഫ്ലാഗ് ഡിസൈൻ ചെയ്ത ചാൾസ് ഗേഡ്. അടുത്തത് ഫിഷറീസ് കോപ്പറേറ്റീവ്സ് ആർ എക്സാമ്പിൾസ് ഓഫ് ഏതാണ്? ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് ആണ് കേട്ടോ. ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് ആണ്. ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് എക്സാമ്പിൾ ആണ് ഏത്? ഫിഷറീസ് കോപ്പറേറ്റീവ്സ് കേട്ടോ. ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് ആണ്. ഓക്കെ. ദെൻ മത്സ്യഫെഡ് എക്സാമ്പിൾ എന്ന് ചോദിച്ചാൽ ഏതാണ്? മത്സ്യഫെഡ് എക്സാമ്പിൾ ചോദിച്ചാൽ ഏതാണ്? അപ്പെക്സ് പ്രൊഡ്യൂസർ സൊസൈറ്റി ആണ് കേട്ടോ. അത് ഓർത്ത് അപ്പെക്സ് പ്രൊഡ്യൂസർ സൊസൈറ്റി ആണ് മത്സ്യഫെഡ്. പക്ഷേ ഈ പറഞ്ഞ ഫിഷറീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഒക്കെ വരുന്നത് എവിടെയാണ്? ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സിലാണ് വരുന്നത്. ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഓഫേഴ്സ് ക്രോപ്പ് ലോൺ ടു ഇറ്റ്സ് മെമ്പർ? വിളവായ്പ കൊടുക്കുന്ന ഏതാണ്? ഹാൻഡ്ലൂം അല്ല, ഫിഷറീസ് അല്ല, മാർക്കറ്റിംഗ് അല്ല, സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. ക്രോപ്പ് ലോൺ ഇഷ്യൂ ചെയ്യുന്നത് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. അല്ലാതെ ഈ പറഞ്ഞ പോലെ ഹാൻഡ്ലൂം കോപ്പറേറ്റീവോ ഫിഷറിയോ മാർക്കറ്റിംഗോ ഒന്നും എന്ത് ചെയ്യുന്നില്ല? ക്രോപ്പ് ലോൺ വിളവായ്പ ഇഷ്യൂ ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് ഇഷ്യൂഡ് ബൈ സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അടുത്തത്, ഫാർമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ സെറ്റ് അപ്പ് ഇൻ ഇന്ത്യ ആസ് പെർ ദ റെക്കമെൻഡേഷൻ ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് കമ്മിറ്റി? ഏതാണ്? ഫാർമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയാണ് ദ നാഷണൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ. നാഷണൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ ആണ് ഫാർമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി റെക്കമെൻഡ് ചെയ്തത്. അടുത്തത്, വാട്ട് ഈസ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ഡബിൾ കമ്പാർട്ട്മെന്റൽ സിസ്റ്റം? നമുക്കറിയാം ഏത് സൊസൈറ്റിയാ? ഡിസ്ട്രിക്ട് ഹോൾസെയിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഓക്കെ, അവിടെയാണ് ഡബിൾ കമ്പാർട്ട്മെന്റൽ സിസ്റ്റം. അതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? എൻഷുർ ഇ ഗവേണൻസ് ഇൻ ക്രെഡിറ്റ്. ശരിയാണോ? ക്രെഡിറ്റ് സൊസൈറ്റിയിൽ ഇ ഗവേണൻസ് നടപ്പിലാക്കാനാണ് ഡബിൾ കമ്പാർട്ട്മെന്റൽ സിസ്റ്റം. തെറ്റാണത്. കാര്യം ക്രെഡിറ്റ് സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതല്ലത്. 2, എൻഷുർ എഫിഷ്യന്റ് സ്റ്റോക്ക് മെയിൻ്റനൻസ് ആൻഡ് വെരിഫിക്കേഷൻ ഇൻ കൺസ്യൂമർ കോപ്പറേറ്റീവ്സ്. ഇത് ശരിയാണ്. എൻഷുർ എഫിഷ്യന്റ് സ്റ്റോക്ക് മെയിൻ്റനൻസ് ആൻഡ് വെരിഫിക്കേഷൻ ഇൻ കൺസ്യൂമർ കോപ്പറേറ്റീവ്സ്. നമുക്കറിയാം കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ പ്രത്യേകിച്ച് ഡിസ്ട്രിക്ട് ഹോൾസെയിൽ കൺസ്യൂമർ സ്റ്റോറിൽ ഉപയോഗിക്കുന്ന ഒരു അക്കൗണ്ടിംഗ് സിസ്റ്റം ആണ് ഏത്? ഡബിൾ കമ്പാർട്ട്മെന്റൽ സിസ്റ്റം അല്ലെങ്കിൽ വാല്യൂ കൺട്രോൾ സിസ്റ്റം. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ടു എൻഷുർ ദ റിയലൈസേഷൻ ഓഫ് ഓവർഡ്യൂ ഇൻ ഫാർമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി അവരുമായിട്ട് ബന്ധപ്പെട്ടതേ അല്ല. അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് അതും തെറ്റാണ്. അപ്പം ഇത് ഓർത്തു വെക്കേണ്ടത് ഡബിൾ കമ്പാർട്ട്മെന്റൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരേണ്ടത് കൺസ്യൂമർ സൊസൈറ്റി ആണ്. അതില് ഡിസ്ട്രിക്ട് ഹോൾസെയിൽ കൺസ്യൂമർ സൊസൈറ്റി ആണ് അല്ലെങ്കിൽ സ്റ്റോർ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ കേരള ദ കോപ്പറേറ്റീവ് മൂവ്മെന്റ് സ്റ്റാർട്ടഡ് ആസ് എ പാർട്ട് ഓഫ്. ഇന്ത്യ എന്നായിരുന്നു ഒരു ചേഞ്ചിന് വേണ്ടി ചോദിച്ചതാണ് ഇൻ കേരള എന്ന്. ഇന്ത്യയിൽ ആരാണ്? ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഗവൺമെന്റ് സ്പോൺസേർഡ് മൂവ്മെന്റ്. എന്ത് മൂവ്മെന്റ് ആണ്? ഗവൺമെന്റ് സ്പോൺസേർഡ് മൂവ്മെന്റ്. വോളണ്ടറി മൂവ്മെന്റ് അല്ല, പ്രൈവറ്റ് എന്റർപ്രണൽ ഇനിഷ്യേറ്റീവ് അല്ല, പീപ്പിൾസ് വോളണ്ടറി മൂവ്മെന്റ് അല്ല, ഗവൺമെന്റ് സ്പോൺസേർഡ് മൂവ്മെന്റ് ആണ് ഇന്ത്യയിലും കേരളത്തിലും. അതിനകത്ത് മാറ്റമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ ആൻസർ. അപ്പൊ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ലതുപോലെ കേൾക്കുക. ദെൻ ഞാൻ പറഞ്ഞല്ലോ ഇത് കാണാതെ പഠിക്കുന്നതിലല്ല കാര്യം. നിങ്ങൾ ആ ഓരോ ഓപ്ഷനും വ്യക്തമായിട്ട് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ തന്നിട്ടുണ്ട്. അതനുസരിച്ച് അത് മനസ്സിലാക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.